മായാണ്ടി ടി ശ്രീവത്സൻ. ചൂളപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് കിട്ടയാണ് മായാണ്ടിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഞാൻ കാണുമ്പോൾ അയാൾ കാൽവെണ്ണയ്ക്ക് താഴെ വലിയൊരു കെട്ടുമായി വേച്ച് വരികയാണ്. സഖാവ് കാലിലെ കെട്ട് ചൂണ്ടി പറഞ്ഞു, 12ാമത്തെയാണ്. എന്ത്? മൂപ്പർക്ക് പാമ്പ് കടിയേൽക്കുന്നത്. ദൈവമേ! കടിച്ച പാമ്പുകളുടെയൊക്കെ തരം നോക്കിയാൽ ഈ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ മഹാത്ഭുതമാണ്. പറഞ്ഞു തീരുമ്പോഴേക്കും അടുത്തെത്തിയ അയാളോട് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് സഖാവ് തുടർന്നു. ആണ്ടിയപ്പോൾ ദാ ഈ മൂപ്പര് പത്രത്തിൽ നിന്നാ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചറിയണമെന്ന് പറഞ്ഞു വന്നതാ. എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക കേട്ടോളേ. മായാണ്ടി താണു തൊഴുതപ്പോൾ ഞാൻ ആകെ വല്ലാതായി. ഓ, എന്താ വേണ്ടച്ച കേട്ടോളേ, ഞാനിപ്പോൾ എന്താ പറയുക? ഞാനും ഒന്ന് തൊഴുതെന്ന് വരുത്തി മായാണ്ടിയോട് ഇരിക്കാൻ പറഞ്ഞു. സഖാവ് യാത്ര പറഞ്ഞു പോയപ്പോൾ ആ പോക്ക് നോക്കി ചെറുചിരിയോടെ മായാണ്ടി പറഞ്ഞു, മൂപ്പര് എന്നെ വിളിച്ചത് കേട്ടാ, ആണ്ടിയപ്പോന്ന്. സാക്കന്മാർക്ക് എൻ്റെ പേരിലെ മായ അത്ര പത്യമല്ല. ഏത്? അത് താമസിച്ചാൽ തീർന്നില്ലേ പാർട്ടിക്കാരൻ്റെ ഗുമ്മ്. ആ, ഞാൻ ഈ നാട്ടിൻപുറത്ത് നട്ടപ്പാതിരയ്ക്കും പെരച്ചയ്ക്കും പണിക്ക് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സാക്കന്മാർ മുണ്ടിൽ തൂറ്റും. ആന്ന് രാവിലെ തന്നെ നല്ല ഉഷാറിലാണല്ലോ. എങ്ങനെയാ, രാവിലെ തന്നെ കഴിക്കുമോ? എന്ത് കള്ളാ? ഞാൻ ഇതുവരെ കള്ളും ചാരായും തൊട്ടിട്ടില്ല മേനെ. എൻ്റെ പൊന്നും കിരാതമൂർത്തിയാണ് സത്യം. ചെത്തുകാരൊക്കെ കള്ളു കുടിക്കാൻ തുടങ്ങിയ പിന്നെ കുടം താഴെ ഇറക്കാൻ ഉണ്ടാവില്ലേ മൂത്താരെ. അതുമാത്രമല്ല, പനകയറ്റത്തിനും അതിൻ്റെ സത്യവും വ്രതവും ഒക്കെ ഉണ്ട്. തെറ്റിച്ചാൽ പോയി തൊലഞ്ഞു. 17ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. 45 കൊല്ലം പനിയും തെങ്ങും കയറി. ആരും കയറാത്ത വലിയ വലിയ പനകൾ. 3:30 മണിക്കാണ് ഞാൻ ചെത്താൻ ഇറങ്ങുക. കൊല വലിച്ച് താഴേക്കാക്കിയിട്ട് 3-ാം പക്കം തൊട്ട് കള്ള് കിടയ്ക്കും. പെലച്ചയ്ക്ക് കയറി തോർത്തും കൊണ്ട് മുട്ടിക്ക് ചുറ്റും അസലായി തുടയ്ക്കും. തുടച്ചാൽ പച്ചവെള്ളം മാതിരിയിരിക്കും. എല്ലാം തുടച്ച് വൃത്തിയാക്കി കുടം വെച്ചിട്ട് ഇറങ്ങും. പിന്നെ ഉച്ചപ്പന കയറി എല്ലാം നൂർത്തി മുട്ടിയിലാക്കിയ 1 ലിറ്ററൊക്കെ ഒറ്റ പനയിൽ തന്നെ കിട്ടും. പിന്നെ 4 മണിക്ക് കയറിയ അസല് മധുരക്കള്ള് നൊരഞ്ഞങ്ങനെ കിടക്കുണ്ടാവും. ഒരു ദിവസം ഏകദേശം 10 പനയൊക്കെ കയറും. 3 നേരം എന്ന് വെച്ചാൽ 30 പ്രാവശ്യം. ഇപ്പോൾ എനിക്ക് വയസ്സ് 62 കുട്ടിയെ. പൊന്നും കിരാതമൂർത്തി സഹായിച്ചിട്ട് ഇതുവരെ പനൻ്റെ മുകളിൽ നിന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ മനസ്സിലേക്ക് വല്ലാത്തൊരു പേടി മാറി. മോള് കയറി ഇരിക്കുമ്പോൾ പനയൊന്നാകെ കാറ്റത്ത് ഒരാട്ടമുണ്ട്. എൻ്റെ അമ്മോ, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അലറി ചിറിക്കണ കാറ്റ്. പനമ്പട്ടയ്ക്ക് പ്രാന്തിളകും. ഒലകം കിടന്ന് കറങ്ങണ മാതിരി തോന്നും. പനയ്ക്ക് വെകിളി പിടിച്ചിട്ട് നമ്മളെ കുടഞ്ഞിടാൻ നോക്കും. തന്നെയെന്ന് ദിക്കൊക്കെ കറുത്തും കണ്ട് ഇരുട്ട് കയറി വരും. ഞെഞ്ഞടച്ച് ശ്വാസം കിട്ടാണ്ടാവും. ഞാനങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും കാറ്റ് തീരും വരെ. ടറേന്ന് എവിടേക്കോ പൊട്ടണ കേൾക്കാം. പനഞ്ചോറ് ചീന്തണ പോലെ തോന്നും. ഹുഷ്, വിറയ്ക്കും കിടന്നിട്ട്. ആ പറഞ്ഞതിൻ്റെ കൊടും വിറയലിൽ മായാണ്ടി കണ്ണടച്ച് ചുണ്ട് വിറപ്പിച്ച് ഒന്ന് മുഖം കുടഞ്ഞു. ഉടലിലെ ഓരോ ഞരമ്പും തിണർത്തെണീക്കും മട്ടിൽ അയാൾ ആ വിറയായി മാറി. പിന്നെ എനിക്കറിയണം ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. കണ്ണടച്ചും കണ്ട് അത് ഞാൻ ഉറക്കെ ചൊല്ലും. 3-4 മറി ചൊല്ലിയ പിടിച്ചു കെട്ടിയ മാതിരി കാറ്റടങ്ങും. അതാണ്. പിന്നെ മെല്ലെ ചോട്ടിലേക്ക് ഇറങ്ങും. നിറഞ്ഞ കള്ളും കുടമുണ്ടേ. ഇപ്പം അതൊന്നും വയ്യാണ്ടായി. പനയില്ല, തെങ്ങുമില്ല. ഡാക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, മനസ്സിലേക്കൊരു ടെൻഷൻ. മൂപ്പര് വെടുപ്പായി എഴുതി തന്നു. കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറിനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. കാറ്റ് വന്നാൽ മോളിൽ നിൽക്കാൻ പറ്റുന്നില്ല. പന പൊട്ടി വീഴുമെന്നൊരു പേടി. ഇവിടെ ആണെങ്കിൽ കാറ്റൊഴിഞ്ഞ് നേരമില്ല. പനൻ്റെ തല അങ്ങനെ കിടന്ന് ആടുക. 45 കൊല്ലം കയറി. എനിക്ക് വയ്യാന്ന് പറഞ്ഞു. സെക്രട്ടറി കടലാസ് ഒപ്പിട്ട് വന്നു. മാസം 10,000 മേലെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മതിയല്ലോ. പിന്നെ ചില്ലറ പണിയൊക്കെ ചെയ്താൽ അത്യാവശ്യം പൈസ കിട്ടും. പിള്ളേർ 2 ഉണ്ട് മേനെ. അതുകൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും. അതേ ഉള്ളൂ ഒരു ഖേനം. ഞാൻ വിഷയത്തിലേക്ക് മായാണ്ടിയെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. അതേ, ഞാൻ വന്നത് ഇത്രയൊക്കെ പാമ്പ് കടിയേറ്റ ഒരാളെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് മായാണ്ടിയേട്ടാ. 12 പ്രാവശ്യം കടിയേറ്റു എന്നല്ലേ കേൾക്കണത്? അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എന്താ അപ്പോഴൊക്കെ തോന്നിയത് എന്നൊക്കെ പറയണം.
എന്താ മായാണ്ടിയേട്ടനെ മാത്രം ഇങ്ങനെ പാമ്പ് വിടാതെ പിടിച്ചിരിക്കണത്? ഞാൻ മൂപ്പർക്കായി കയ്യിൽ കരുതിയ മുറുക്കാൻ പൊതി തുറന്ന് മുന്നിലേക്ക് നീട്ടിവെച്ചു. അതിൽ നിന്ന് നനവുള്ള വെറ്റിലകൾ വിടർത്തിയെടുത്ത് ഓരോന്നിൻ്റെയും ലക്ഷണം നോക്കി കലാപരമായി തന്നെ അയാൾ മുറുക്കാൻ തുടങ്ങി. പിന്നെ കവിളത്ത് മുറുക്കാൻ തിങ്ങി സംസാരിച്ചു തുടങ്ങി. പാമ്പിനങ്ങനെ പകയൊന്നുമില്ല കുട്ടിയെ. ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ കടി പോരെ ഞാൻ തീരാൻ. പയ്യാനി കടിച്ച ഞരമ്പ് കൂടെ മൊത്തം നിലയ്ക്കും അറിയോ. അവൻ കിടന്ന കിടപ്പിലാ കടി. മൂർഖന് പിന്നെ മിന്നലിൻ്റെ വെക്കെന്നാ പറയാം. പിന്നെ വെള്ളിക്കട്ടൻ പുല്ലാനി എവിടെ കൊണ്ടുപോയാലും കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കണത്? ഈ നാട്ടിൽ തന്നെ എൻ്റെ അത്ര കടി കിട്ടിയ ഒരാളുമില്ല. അതാ ചോദിച്ചത്, ഇത്ര അധികം പാമ്പുകടി കൊള്ളാനുള്ള സാഹചര്യം എന്താണെന്നാ. മായാണ്ടിയേട്ടന് പേടിയാവില്ലേ പിന്നെയും പിന്നെയും പാമ്പുകൾ ഇങ്ങനെ? എന്തെങ്കിലും സർപ്പശാപമോ മറ്റോ അങ്ങനെയൊക്കെ വല്ല വിശ്വാസമുണ്ടോ? മായാണ്ടിയുടെ ചുണ്ടു ചുരുട്ടിയുള്ള മനോഹരമായൊരു ചിരിയുണ്ട്. അതിന് പല അർത്ഥങ്ങൾ തോന്നും. പരിഹാസമല്ല, തീർച്ച. ആ നിഷ്കളങ്ക മുഖത്തിൽ നിന്ന് എളിമയല്ലാതെ പുച്ഛത്തിൻ്റെ ലാഞ്ചന പോലും തോന്നിയിട്ടില്ല. സന്തോഷമില്ലാത്ത മറ്റെന്തോ ഒരു ഭാവമാണത്. നിസ്സഹായതയോ ഒറ്റപ്പെടലോ എന്നാൽ പരാതിയില്ലായ്മയോ ഒക്കെ അതിൽ വായിക്കാം. സർപ്പശാപം സന്തതി പരമ്പരകൾക്ക് ഏൽക്കുക. കുട്ടികളും മക്കളും ഉണ്ടാവില്ല, അത്ര തന്നെ. ചിലർക്ക് വിട്ടുമാറാത്ത ചൊറിയും കുഷ്ഠവും വരും. അല്ലാണ്ട് പാമ്പ് കടിച്ച് വിഷം കയറ്റിയിട്ട് ശാപം തീർക്കില്ല മേനെ. അങ്ങനെ നനയ്ക്കാനേ പാങ്ങില്ല. സത്യമുള്ള ദൈവമാണ് പാമ്പ്. കണ്ടിട്ടുണ്ടാ വെള്ളി നിറത്തിൽ പത്തി വിരുത്തി നിന്നിട്ട് ആടണത്? എന്താ ചന്തോന്നറിയോ? നോക്കിയിരിക്കാൻ തോന്നും. ഞാൻ ഇരുന്നിട്ടുണ്ട് എത്രയോ മറി. എന്തൊക്കെയോ നമ്മളിനോട് സംസാരിക്കണ പോലെ തോന്നും, ചിരിക്കണ പോലെ തോന്നും. ദൈവങ്ങളുടെയൊക്കെ ഒരു ചിരിയില്ലേ, മന്ദഹാസം. അതാണ് നമ്മളെ അനുഗ്രഹിക്കണ പോലെ. അവരുടെ അനുഗ്രഹം വേണം മേനെ, അല്ലെങ്കിൽ ഞമ്മ കെട്ടുപോവും. ആ, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയണം മായാണ്ടിയേട്ടനെ. പിന്നെ എങ്ങനെയാണ് പാമ്പ് കടിക്കണത്? അതാ എനിക്ക് അത്ഭുതം. പാമ്പിൻ്റെ തരവും സ്വഭാവവും ഒക്കെ അറിയാം. അതിന് നല്ല ഭക്തിയും ബഹുമാനവുമുണ്ട്. മൂർത്തിയെപ്പോലെ ആരാധിക്കണമുണ്ട്. പിന്നെ അത് മക്കൾക്ക് മനസ്സിലാവില്ല. കർമ്മദോഷം തൂത്തു തുടച്ചാൽ പോവില്ല മേനെ. 17-ാം വയസ്സിൽ കൊള്ളുപാടത്തുനിന്നാ എനിക്ക് ഒന്നാമത്തെ കടി കിട്ടണത്. അന്ന് അപ്പനെ സഹായിക്കാൻ പോയതാ. കണ്ടത്തിൽ വളവിടാൻ പോയപ്പോൾ ദാ അത്ര വണ്ണത്തിലൊരു മൂർഖൻ, 2 മീറ്റർ നീളം കാണും. ചെടുക്കനെ കാലിൻ്റെ വണ്ണയിൽ ഒരൊറ്റ കപ്പൽ കപ്പി. കുടഞ്ഞിട്ടും തട്ടിയിട്ടും വിട്ടില്ല. കമ്പി പൊള്ളിച്ച് കുത്തി കയറ്റണ പോലെ ഒരു വേദന. കടച്ചിലാണോ പൊരിച്ചിലാണോ ഒക്കെ ഒന്നും തിരിഞ്ഞില്ല. അപ്പോന്നും വിളിച്ച് ഞാൻ ആ കണ്ടത്തിൽ കുത്തിയിരുന്നു. അപ്പനൊന്നും കേട്ടില്ല. പേടിച്ചിട്ട് എനിക്ക് ഒച്ച പൊങ്ങണില്ല. കടിച്ച മൂപ്പര് രാജകീയമായിട്ട് പല്ലൂരിയെടുത്ത് മിന്നിത്തിളങ്ങി അങ്ങോട്ട് സിനിമയിലൊക്കെ കാണണ പോലെ സ്ലോ മോഷനിൽ പോവുക. കടിച്ചവിടെ മുറിക്കാൻ കത്തിയോ വാളോ വല്ലതും കിട്ടുമോ അവിടെ? ഞാൻ നോക്കുമ്പോൾ കനാവരമ്പ് കൂടി കള്ളും കാനും കൊണ്ട് ആരോ പോണു. കൈകാട്ടി വിളിച്ചു. കള്ളിൻ്റെ കാനിൽ കെട്ടിയ കയറും കൊണ്ട് കടീൻ്റെ മീതെ വലിച്ചു മുറുക്കി ഒരു കെട്ടും കെട്ടി മേപ്പെട്ട് കയറി. പിന്നെ കന്നിമാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെയോ ഓട്ടോ പിടിച്ച് പോയി. 76-ൽ, എൻ്റെ 17-ാമത്തെ വയസ്സിൽ. അവിടെ പോയപ്പോൾ വയസ്സായ ഒരു വിഷവൈദ്യൻ. പല്ലൊന്നുമില്ല, 100 വയസ്സായി കാണും. എന്തൊക്കെയോ ശോകം ചൊല്ലിയും കണ്ട് അവിടുത്തെ ചെക്കനെ കൊണ്ട് മരുന്ന് കൂട്ടാൻ പറയണ കേട്ടു. കട്ട കശപ്പിലൊരു മരുന്ന്. എൻ്റെ ഭഗവാനെ, നെറുകന്തല പൊളിയണ കശപ്പ്. നേരത്തോട് നേരം നോക്കിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ കടി. പിന്നൊരിക്കൽ ദാ ഇത്ര വണ്ണത്തിൽ ഈ നീളമുള്ളൊരു കെട്ടുവരിയും കടിച്ചു. കുടുംബത്തിൽ വിളക്ക് വയ്ക്കാൻ പോയതാണ്. സന്ധ്യ മോന്തിയായി. അന്നാണെങ്കിൽ ഒരാൾ തൂങ്ങിച്ചത്തതിൻ്റെ 11-ആണ്. ചോറും ചിക്കനും കഴിക്കാനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. വിഷം കയറിയോ എന്നൊരിത്. ഭാര്യ അയൽക്കൂട്ടത്തിന് പോയിരിക്കുക. ഞാൻ മിണ്ടാതെ കണ്ട് പാലക്കാട്ട് പോയി. കെട്ടുവരേനാന്ന് പറഞ്ഞപ്പോൾ വേഗം തൂശി വയ്ക്കണമെന്ന് പറഞ്ഞു. കൂടെ ആരെങ്കിലും വേണമെന്നായി. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ കുട്ടിക്ക് ഗ്ലൂക്കോസ് കയറ്റിൻ്റെ അടുത്ത് നിൽക്കണു. ഞാൻ പറഞ്ഞു, ദാ അയാളാണെന്ന്. എൻ്റെ ചെറിയച്ഛനാണെന്ന് പറഞ്ഞു. ഒപ്പിടണം പറഞ്ഞപ്പോൾ മൂപ്പരിന് കൈയെഴുത്തൊന്നും വയവില്ല എന്ന് തട്ടിവിട്ടു. എന്തോ സിസ്റ്ററിന് ദയ തോന്നി എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചു. മായാണ്ടി മുണ്ടുപൊക്കി തുടയോളം കാണിച്ചു. മുഴുവൻ ചേന ചെത്തിയ പോലുള്ള കുറേ വെട്ടുകളും പാടുകളും. 2 കാലും വികൃതമായിട്ടുണ്ട്. ഷർട്ട് തുറന്ന് പുറത്തും തോളത്തും പാട് കാണിച്ചു തന്നു. ശരീരം കൊണ്ട് ശരിക്കും ഒരു ചെത്തു തൊഴിലാളി. പിന്നെ എൻ്റെ കയ്യിൽ കള്ള് കത്തിയുണ്ടെങ്കിൽ ഞാൻ തന്നെ കടിച്ചവിടെ ഒരു ചെത്ത് ചെത്തും. പല്ല് കടിച്ച് ശ്വാസം പിടിച്ച് ഒരൊറ്റ ചെത്താണ്. എൻ്റെ പൊന്നും കിരാതമൂർത്തിയേന്നും വിളിച്ച്.
എല്ലോളം തട്ടും, ഇറച്ചിയും ചോരയും എല്ലാം കൂടി അങ്ങോട്ട് തെറിക്കും. അവിടെ മുഴുവൻ രണ്ട് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞ് ചോര ഊറ്റിക്കളയും. കണ്ടു നിൽക്കണവരുടെ കണ്ണ് തള്ളും. കഴിഞ്ഞു. പിന്നെ തോർത്തോണ്ടൊരു കെട്ട് കെട്ടിയ ആസ്പത്രിക്കാർ അന്തം വിടും. എവിടെയാ കടിച്ചത്, ഒരു തുള്ളി വിഷമില്ലല്ലോ എന്ന് പറയും. അതാ കാര്യം. പിന്നെ അവരുടെ ധൈര്യത്തിന് ഞാൻ കിടന്നു എന്ന് വരുത്തി വീട്ടിലേക്ക് വരും എല്ലാം മറ്റേ. പിന്നൊരിക്കൽ ഇതുപോലെ ചെത്താൻ ഇറങ്ങിയാണ്. അമ്പലത്തിൽ കഥന നിറയ്ക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നിന്ന് ഇത്തിരി വൈകി. ഞാൻ എപ്പോഴും ടോർച്ചും കൊണ്ടേ പോവും. പട്ടര് കണ്ടത്തിലേക്ക് പോണ വഴിക്ക് ഒരു മോട്ടറിൻ്റെ പെരയുണ്ട്. അതിൻ്റെ മുമ്പിലതാ ഒരാൾ വെട്ടിയിട്ട പോലെ കിടക്കണു. അയാളുടെ അടുത്ത് തന്നെ ദാ ഈ പൈപ്പിൻ്റെ വണ്ണമുള്ളൊരു സാധനം. മൂപ്പര് കടിച്ചിട്ട് അവിടെ തന്നെ നെടുനീളത്ത് കിടക്കുക. അയാൾ അപ്പം തന്നെ തീർന്നിരിക്കണമെന്ന് തോന്നി. നന്നായി കഴിച്ചിട്ടുമുണ്ട്. വെള്ളം കിള്ളമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പാമ്പ് കടിച്ചാൽ വിഷം വെക്കം കയറും. നെറുകന്തലം വരെ ഒറ്റ പിടുത്തമാണ്. അതാ മൂപ്പർക്ക് പറ്റിയത്. ഞാൻ എന്താ ചെയ്യാന്നായി. ഒരു വടിയെടുത്ത് മെല്ലെ നിലത്ത് തട്ടി. പാമ്പത അനുസരണയുള്ള പോലെ ഇഴഞ്ഞിഴഞ്ഞ് മറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അയാൾക്ക് ശ്വാസമുണ്ട്, പക്ഷേ രക്ഷയില്ല. ആളെ വിളിച്ചുകൂട്ടി തൃശ്ശൂരോ എവിടേക്കോ കൊണ്ടുപോയി. കാര്യമില്ല. അങ്ങനെ കൺമുമ്പാകെ പാമ്പിൻ്റെ ശൗര്യം കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യാലേ? മായാണ്ടി രണ്ട് കവിളിലും കൈതട്ടി പ്രാർത്ഥിക്കും പോലെ എന്തോ പിറുപിറുത്തു കൊണ്ടിരുന്നു. ചുണ്ടിൽ രണ്ട് വിരൽ ചേർത്ത് വെച്ച് അതിനിടയിലെ ചെറിയ വിടവിലൂടെ മുറുക്കാൻ കൊഴുപ്പ് ദൂരേക്ക് നാരുപോലെ തുപ്പിത്തെറിപ്പിച്ചു. പിന്നെ അതേ പഴയ ചിരി. ഓർമ്മകളിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആ ഇരിപ്പ് ഒരു കോമാളി ബുദ്ധൻ്റെ സ്ഥായിയായി തുടർന്നു. കേൾക്കുമ്പോൾ തരിപ്പ് പടരുന്ന പല ഓർമ്മകളും മായാണ്ടിക്ക് നിസ്സാരം. മറ്റെന്തോ ഒരു നിസ്സഹായത അയാളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ വീണ്ടും വിഷയമെടുത്തിട്ടു. മായാണ്ടിയേട്ടാ, പനയുടെ മുകളിൽ നിന്ന് പാമ്പിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ ഉണ്ട് മേനെ, ഒരിക്കൽ. പനൻ്റെ മുകളിൽ സാധാരണ ചേരയൊക്കെ കയറൂ. പക്ഷെ ഇതെന്താ പറ്റിയതെന്ന് അറിഞ്ഞില്ല. കള്ളും കൂടെ നേരെയാക്കി ഞാൻ കൂമ്പ് ചെത്തുമ്പോൾ പന്തിയല്ലാത്തൊരു ചെത്തം കേട്ടു. ഊതണ പോലെയോ ചീറ്റണ പോലെ എന്തോ. ഞാൻ കാറ്റാന്ന് വിചാരിച്ച് കാര്യാക്കിയില്ല. തണ്ട് പിടിച്ചിരിപ്പ് നേരെയാക്കിയതും അവൻ പത്തിയെടുത്തൊരു ചീറ്റൽ. എൻ്റെ അമ്മോ, പിടിവിട്ടാൽ എൻ്റെ പൊടി കിട്ടില്ല. അത്ര ഉയരമുള്ള പനിയാണ്. കാറ്റത്ത് തലപ്പ് കിടന്ന് പിടയ്ക്കണമുണ്ട്. ദാ ഈ കയ്യിൻ്റെ വണ്ണത്തിൽ തലയ്ക്ക് നേരെ നിൽക്കണു മൂപ്പര്. എന്താ ചെയ്യുക? അവിടുന്ന് നോക്കിയാൽ കിരാതമൂർത്തിൻ്റെ വിളക്ക് കാണാം. ഞാൻ കണ്ണും പൂട്ടി ഉച്ചത്തിൽ വിളിച്ചു കേണു. സ്വർഗോ നരകോ പാതാളോ എന്തൊക്കെയോ എൻ്റെ തലയിൽ കൂടെ പാഞ്ഞു പാഞ്ഞു പോയി. കാല് പിണച്ചു കൂട്ടി ഇരുന്ന ഇരിപ്പിൽ നവശ്യായം ജപിച്ച് ഞാൻ അങ്ങനെ ചത്ത പോലെ ഇരുന്നു. കിട്ടി കിട്ടി, ഇപ്പം തീർന്നു എന്ന് നനച്ച് അങ്ങനെ. എത്ര നേരം കഴിഞ്ഞു എന്നറിയില്ല. പിന്നെ കണ്ണ് തുറന്നപ്പോൾ മൂപ്പരൻ്റെ പൊടിയില്ല. എങ്ങനെ പോയി ഏതിയെ പോയി എന്നറിയില്ല. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ദാ മയിര് പൊന്തി എണീക്കണ കണ്ടില്ലേ? കണക്ക് നോക്കിയാൽ അപ്പോൾ 12 പോരാ അല്ലേ ഏട്ടാ? സർപ്പശാപത്തിന് പിന്നെ പൂജയോ വഴിപാടോ ഒക്കെ കഴിച്ചോ? ഏട്ടന് ദൈവവിശ്വാസമൊക്കെ ഇല്ലേ? പ്രാർത്ഥനയും ഉപാസനയും അങ്ങനെ വല്ലതും? എന്തിനു മേനെ, എനിക്കങ്ങനെ ശാപമൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഒരാൾ തല്ലിയ ഞങ്ങൾ വെറുതെ വിടുമോ? അതുപോലെ തന്നെ പാമ്പിന് അതിൻ്റെ ലോകവും വീടും ഒക്കെ ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ അവരുടെ സമ്മതം വേണം. അതിപ്പോൾ എത്ര വലിയ രാജാവായാലും പാമ്പിന് നോട്ടമല്ല. പരീക്ഷത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ? എന്തൊക്കെ സന്നാഹം കൂട്ടിയാലും പാമ്പ് നനച്ച ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല. അതാണ്. പിന്നെ വിശ്വാസം ഇപ്പം അത് കുറച്ച് കമ്മിയായിട്ടുണ്ട്. മുമ്പിട്ടൊക്കെ ഞാൻ കൊല്ലാകൊല്ലം 41 വ്രതം എടുത്ത് കരിമല ചവിട്ടും. ഗുരുസ്വാമി, കെട്ടുനിറ, അയ്യപ്പൻ പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനത്തിൽ കൊടുങ്ങല്ലൂർക്ക് പോവും. അതൊക്കെ ഇപ്പം ലേശം കമ്മിയായി നിലച്ചു എന്ന് പറയാം. കിരാതമൂർത്തിനെ വിളിച്ച് കേൾക്കും. നല്ലെണ്ണയും ഊതുബത്തിയും മുടക്കാതെ കൊടുക്കും. അത് മാത്രമുണ്ട്. എനിക്കിപ്പോൾ അതൊന്നും അല്ല കുട്ടിയെ. പാമ്പിനൊക്കെ വിഷമുള്ള ജാതികൾ നമുക്ക് ചുറ്റുമുണ്ട്. തിരിയോ? നേരും സത്യമുള്ള കൊടും വിഷപ്പാമ്പിനെ ഞാൻ 100 മുறை കണ്ടിട്ടുണ്ട്. ഇതല്ല. കൂടെ നിന്ന് പൊന്നേ മുത്തേ എന്ന് വിളിക്കണ ജാതികൾ. പിന്നെ എന്താ ചെയ്യാന്നറിയോ? കടുപ്പ് വെച്ച് നമ്മളെ അനങ്ങാണ്ടാക്കും. കല്ലടിക്കോടൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ചെയ്തിട്ട് വന്നിരിക്കുക. ചാത്തനും മാട്ടും മാരണമൊന്നുമല്ല അത്. മറ്റതാ കടുപ്പ്. മറ്റതിനേക്കാളൊക്കെ ശക്തിയുണ്ട്. അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മുടക്കണം. എന്ത് ചെയ്താലും ശരിയാവാണ്ടാവണം. അതിനായി പണി. കടുപ്പ് വയ്ക്കാമെന്ന് കേട്ടിട്ടുണ്ടാ? ഇതാ ഇത്ര ഉണ്ടാവും. ഈളും കോലിൻ്റെ വണ്ണത്തിൽ ഇത്ര നീളത്തിലൊരു സാധനം. നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാ വരുത്തണമെന്ന് അറിയില്ല. അത് അവിടെ കിടന്ന് പഴുക്കാൻ തുടങ്ങും. പഴുത്ത് ചുവന്ന് നീറി അങ്ങനെ അവിടെ മുഴുവൻ നീര് കെട്ടും. കാല് വയ്ക്കാനും നീട്ടാനും കിട്ടില്ല. വല്ലാത്ത വേദനയായിരിക്കും.
ഞാൻ പറഞ്ഞില്ലേ, പയ്യാനി കടിച്ച കടച്ചിലായിരിക്കും, പിടിച്ച് പിടിച്ച് കയറണ കടച്ചിൽ. എന്നാൽ ഇതിൻ്റെ അത്ര വരില്ല വേദന. നമ്മളെ തല തല്ലി കരയും മേനെ. കടുപ്പിൻ്റെ പിടുത്തം അത്ര ഭീകരമാണ്. കാല് ഇതാ അത്ര വണ്ണം വിങ്ങി ചുളുചുളാ കുത്തണത് സഹിക്കാൻ പറ്റിയില്ല. 2-3 ആൾ പിടിച്ച് ഓട്ടോയിൽ കയറ്റി പാലക്കാട് ആസ്പത്രിയിൽ കൊണ്ടുപോയി. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടെ കിടക്കുമ്പോൾ ഒരു തലമുടിക്കാരൻ പൂശാരി അടുത്ത് വന്നു. അയാളുടെ മരുമകളെ ആരെയോ ചികിത്സിക്കാൻ കൊണ്ടുവന്നതാ. കാല് നോക്കിയിട്ട് പറഞ്ഞു, ഇതിവിടെ കിടക്കേണ്ടതല്ല, ഇനിയും കിടന്നാൽ കാല് മുറിക്കേണ്ടി വരും, വേഗം കാല് നോക്കിക്കോളേയും പറഞ്ഞു. ഭസ്മവും മഞ്ഞളും നുള്ളി കൈ തന്നിട്ട് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. പൂശാരിനെ പിന്നെ അവിടെ ഒന്നും കണ്ടില്ല. നിമിത്തം എന്നൊക്കെ പറയില്ലേ, കാലിൽ കെട്ടും വെച്ച് ഞാൻ സിസ്റ്ററിനെ കാണാണ്ട് വല്യാസ്പത്രിൻ്റെ പരിയമ്പറത്തൂടെ ഇറങ്ങി വന്നു. ഇതെടുക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് എവിടെയാണെന്ന് പറയാൻ പാങ്ങില്ല മേനെ. അവിടെ പോയാൽ മതി. ഞാൻ പോകുമ്പോൾ ടോക്കനൊക്കെ ഉണ്ട്. എത്രയാണെന്നറിയോ? 256. നിന്ന് മതിയായി. കൂടെ ഭാര്യയുണ്ട്. ഞങ്ങൾ സംസാരിച്ച് തെറ്റി. ഒടുക്കം അകത്തേക്ക് വിളിച്ചു. നോക്കിയതും പറഞ്ഞു, കടിച്ചെടുക്കേണ്ടി വരും, ഇത്തിരി ചിലവുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിൽക്കാനിരിക്കാനും വയ്യ, എന്ത് ചിലവായാലും വേണ്ടില്ല, ഇതൊന്ന് ശരിയാക്കിയാൽ മതിയെന്ന്. പോയിട്ട് ഇനിയൊരു ദിവസം രാത്രി വരണം. രാത്രിയെ കടുപ്പ് എടുക്കുള്ളൂ. കുപ്പി വേണം. 501 ദക്ഷിണയും പൂജയ്ക്ക് സാധനങ്ങളും വേണം. 3 മാസം കൊണ്ട് പഴയ ആളാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നൊരു ദിവസം രാത്രി പോയി. അന്നും തിരക്ക്. പാതിരയായപ്പോൾ വിളി വന്നു. കടിച്ചെടുക്കുമ്പോൾ ജീവൻ പോയി. 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളമേ ഉള്ളൂ. കടിച്ച് തുപ്പിയിട്ട് മൂപ്പര് കൈകൊണ്ട് പിടിച്ചൊരു പിഴിച്ചിൽ. 1 കുടം ചോരയും ചലവും പുറത്തു വന്നു. 2 ഓപ്പറേഷൻ കഴിഞ്ഞ കാലാ. സ്വിച്ചിട്ട പോലെ ഞാൻ ചാടി എണീറ്റു. ആ നട്ടപ്പാതിരയ്ക്ക് ഞാൻ തുള്ളിച്ചാടിയും കണ്ട് പാടി, പോലിലല്ലീലേ ലല്ലിലല്ലീലേ പോലിലല്ലീലേ. മൂപ്പരെ തൊഴുത് ദക്ഷിണയും വെച്ച് മടങ്ങി. 2.5 മാസം കൊണ്ട് കാല് പഴയ പോലെയായി. പക്ഷേ മുറി പുറത്തു കൂടുന്നില്ല. വെറുതെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. മുറിയിൽ നിന്ന് വെള്ളം വരണം കണ്ടിട്ട് ആരും പണിക്ക് വിളിക്കുന്നില്ല. എന്താ ചെയ്യുക? ഞാൻ കടുപ്പെടുക്കാൻ പോയി എന്നറിഞ്ഞിട്ട് അവൾ വേറെ പൊടി കലക്കി തന്നതാ മോനെ. കണ്ടു, നിങ്ങൾ ചോദിച്ചില്ലേ 12 മറി കടിച്ചിട്ട് എന്താ പിന്നെയും പാമ്പ് സത്യമുള്ള ദൈവമാണെന്ന് പറയണമെന്ന്. നമ്മളടുത്ത് സത്യം ഉണ്ടെങ്കിൽ കടിച്ച പാമ്പ് തിരിച്ച് വന്ന് വിഷം ഇറക്കും. ചിലപ്പോൾ ഘോരഘോര സർപ്പം നമ്മുടെ കാലിൻ്റെ അവിടെ വന്ന് സ്വന്തം തല കല്ലിലടിച്ച് അടിച്ചടിച്ച് ചാവും. അതിന് മനസ്താപം വരും. ഇവനെ ഉപദ്രവിക്കാൻ പാങ്ങില്ല എന്നറിഞ്ഞിട്ട്. അതാണ് സർപ്പത്തിൻ്റെ സത്യം. ശിവൻ്റെ ആജ്ഞ വരും, ആജ്ഞ. അതല്ല നമ്മൾ കൊടും പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ, കൊത്തുകൊണ്ട് 2 അടി വയ്ക്കുമ്പോഴേക്ക് നൊരയും പതയും വന്ന് മലന്നടിച്ച് വീഴും. അതിൻ്റെ നേരെ അങ്ങനെയാ. പക്ഷേ മേനെ, ഒരുമ്പെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, പേലയാടി മക്കൾ, നമ്മളുടെ നരകത്തിലേക്കും പറഞ്ഞയക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അമ്പലത്തിലൊക്കെ ദിവസവും തൊഴാൻ വരണതാ. അപ്പൻ അവൾക്ക് 60 പവൻ്റെ സ്വർണ്ണം ഉണ്ടാക്കി. അവൾക്കൊരു ഡ്രൈവറിനെ വേണം. പെണ്ണ് പിടിച്ച പിടിയിൽ നിൽക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ കെട്ടിത്തൂങ്ങുമെന്നും പറഞ്ഞിട്ട്. എങ്ങനെയാണെന്നറിയോ? അവൾ പഠിക്കണ മറിയം കോളേജിൻ്റെ അടുത്ത് ചെക്കൻ്റെ അമ്മയും പെങ്ങളും കൂടി ഒരിക്കൽ വന്ന് അവളെ ചായക്കടയിലേക്ക് വിളിച്ചു. പൊറോട്ടയും കുറുമയും പറഞ്ഞു. മോളെ കൈ കഴുകിയിട്ട് വാന്നും പറഞ്ഞ് അവൾ പോയ തക്കം നോക്കി അമ്മ പൊതി അഴിച്ച് കുറുമയിൽ കൊട്ടി കൈകൊണ്ട് കലക്കി വെച്ച് 2 ആളും വടി പോലിരുന്നു. പെണ്ണ് വന്ന് പൊറോട്ടയും കറിയും കഴിച്ചില്ലേ, ഒരേ പിടി. എനിക്ക് അവനെ തന്നെ മതിയെന്നും പറഞ്ഞ് വീട്ടുകാർ തല്ലിക്കൊല്ലുന്നും പറഞ്ഞ് ബഹളം വെച്ചു. ചെക്കൻ്റെ അമ്മ എന്തോ പലഹാരം കൊടുത്തയച്ചു, അതിലും പൊടിയിട്ടുണ്ട്. അത് കഴിച്ചതും അപ്പനും അമ്മയ്ക്കും ഒരേ തമ്മതം. ചെക്കൻ നല്ലോനാ, നിന്നെ നന്നായി നോക്കും എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിന് റെഡിയായി. പെണ്ണിൻ്റെ മാമൻ ഇതൊക്കെ കണ്ട് എന്തോ പന്തിയല്ല എന്ന് തോന്നി. കള്ളും കഞ്ചാവും അടിച്ച് നടക്കണ ഏതോ തെണ്ടി ചെക്കന് 60 പവനും കല്യാണവും കൊടുക്കുക എന്നും ചോദിച്ച് അയാൾ ബഹളം വെച്ചു. എന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്നറിയാൻ പണിക്കരനെ കാണാൻ പോയി. പണിക്കർ പളിച്ചെന്ന് പറഞ്ഞു, ഈ കുട്ടിക്ക് കുറുമയിൽ കലക്കി കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേറെ എന്തോ ഒരു പലഹാരത്തിൽ പൊടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ വളയാട്ടമാണ്, വേറെ രക്ഷയില്ല, തൃക്കങ്ങോട്ട് പോയി മരുന്ന് ഛർദ്ദിച്ചോളാൻ പറഞ്ഞു. ശരി, എല്ലാവരും പോയി അവിടുന്ന് കഷായം പോലെ ഒരു തുള്ളി നക്കാൻ കൊടുത്തു. അറുമുറേന്ന് എല്ലാവരും കൂടി ഛർദ്ദിക്കാൻ തുടങ്ങി. മരുന്ന് കളഞ്ഞിട്ട് വന്നില്ലേ, ആ സെക്കൻഡിൽ പെണ്ണിനും വേണ്ട വീട്ടുകാർക്കും വേണ്ട ചെക്കനെ. ചെക്കൻ്റെ വീട്ടിൽ പോയി അവർ പറയാണ്, നിങ്ങളോട് ഞാൻ പെണ്ണിനെ തരില്ല എന്ന് പറഞ്ഞാണ്. എന്താ നോക്കി, അതാണ് കളി. അപ്പോഴേ എന്നിട്ട് ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ചും കണ്ട് 3 കുട്ടികളായി കഴിയണു. ഈ കടുപ്പ് വയ്ക്കണത് മുഴുവൻ പെണ്ണുങ്ങളാണ്. ഇതാ ഇവിടെ അടുത്തന്നെ ഒരാളിനെ അയാളുടെ പെങ്ങൾ കടുപ്പ് വെച്ചിട്ട് കാല് പഴുത്തു വന്നു. പഴുപ്പ് കയറി മുറിയിൽ കിടപ്പ് തന്നെയായി.
വിരൽ മുറിച്ചു, മുട്ടിന് കീഴ്പ്പെട്ട് മുറിച്ചു, കാലോടെ മുറിച്ചു, പഴുപ്പ് നിൽക്കണില്ല. ഒരു ദിവസം റൂം കയറി നോക്കിയപ്പോൾ ആളുണ്ടതാ ചത്ത് തൊലഞ്ഞ് കിടക്കണു. അത് വെച്ചവൾക്ക് എന്തായിന്നറിയോ? മൂപ്പര് ചത്തു എന്ന് അറിഞ്ഞതും അവൾ മുങ്ങി. മകൻ്റെ വീട് പൊള്ളാച്ചിയിൽ, ടെറസ് വീടാണ്, തറയിലൊക്കെ മിന്നണ ടൈൽസ്. റൂം കയറി വാതിലടച്ചു. മൂത്രം തനിയെ പോയത് അവൾ അറിഞ്ഞില്ല. കാല് വെച്ചതും വഴുക്കി മുറുക്ക് പൊട്ടും പോലെ ഒരു ചെത്തം കേട്ടു. നട്ടല്ല അപ്പ പൊട്ടി. മേനെ, അവളുണ്ടല്ലോ പുഴുത്തിട്ടാ ചത്തത്. എത്ര കേസ് പറയണം. ഇതന്നെ ഇപ്പോൾ പരിപാടി. മുരുക്കുള്ളിൽ ഒരാളുണ്ടായിരുന്നു, കാലിൽ തന്നെ കടുപ്പ്. പാലിനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു, 1,00,000 ചിലവാക്കി. ഡോക്ടർ പറയണത് അയാൾ എങ്ങനെയോ കേട്ടു, ഇവിടെ സൗകര്യം കുറവാണ്, തൃശ്ശൂർ കൊണ്ടുപോയി കാല് മുറിക്കണം എന്ന്. അയാൾ ആർക്കോ പൈസ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ച് കണ്ടെത്തി അടിക്കണം മരുന്ന് കൊണ്ടുവന്ന് കുടിച്ച് തീർന്നു. കാല് മുറിച്ച പിന്നെന്തിനാ ഇരിക്കണമെന്നും പറഞ്ഞ്. ഇനി പറയും 12 മറി പാമ്പ് കടി കൊണ്ട മായാണ്ടി വലിയ കാര്യമാണോ? മായാണ്ടിയുടെ ചോദ്യം എനിക്ക് മുഖമടച്ച് കൊണ്ട അടിയായി. ഇതിനി എങ്ങനെ ഒരു സ്റ്റോറിയാക്കും എന്നാലോചിച്ച് തൽക്കാലം യാത്ര പറഞ്ഞിറങ്ങി. പോരുമ്പോൾ കയ്യിൽ 2 നോട്ടും പിടിപ്പിച്ചു. എണ്ണമിനിപ്പുള്ള തലയിൽ തഴമ്പുള്ള കൈകൾ തുടച്ച് മായാണ്ടി അതേ വല്ലാത്ത ചിരി ചിരിച്ചു. നാളെ വരെ വിഷുവേലയാണ്. ആനപഞ്ചവാദ്യവും ശിങ്കാരിമേളവും വണ്ടിവേഷവും ഒക്കെ ഉണ്ട്. സമ്മതിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. 2. പിറ്റേന്ന് ഉച്ചയോടെ ഞാൻ നീറാക്കോട് വന്ന് ബസ് ഇറങ്ങുമ്പോൾ വിഷുവേലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പലയിടത്തും കണ്ടു. നീറാക്കോട് ഒരു വലിയ പൊട്ടക്കുളത്തിന് ചുറ്റുമുള്ള കവലയാണ്. കുളത്തിലേക്ക് ഇറക്കി തൂണുകൾ നാട്ടിയുണ്ടാക്കിയ കടകളും സ്ഥാപനങ്ങളും. കുളം മുഴുവൻ ആഫ്രിക്കൻ പായൽ നിറഞ്ഞ് ഉപയോഗശൂന്യമാണ്. കടകളുടെയും ഹോട്ടലുകളുടെയും മാലിന്യങ്ങൾ മുഴുവൻ കുളത്തിലാണ് വന്നടിയുന്നത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ട് പോലെ നീറാക്കോട് റൗണ്ട് എന്ന് നാട്ടുകാർ കളി പറയും. അവിടെ ഇല്ലാത്ത കടകളില്ല. ഓഫീസുകളും സ്ഥാപനങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ പടികളിറങ്ങി കുളത്തിൻ്റെ നിരപ്പിലായി ആ നാടിൻ്റെ ഉപബോധ മനസ്സായ കള്ളുഷാപ്പും. മായാണ്ടി പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ പന കയറാൻ ആളെ കിട്ടാത്തതിനാൽ മരുന്ന് കലക്കി വീര്യം കൂടിയ കള്ളാണ് അവിടെ കിട്ടാനുള്ളത്. അപ്പോൾ കുളത്തിൻ്റെ നിരപ്പിനും താഴേക്ക് പടവുകളുള്ള അബോധത്തിലേക്കാണ് കള്ളുഷാപ്പിൻ്റെ നില. ഞാൻ ഓർത്തു, 45 വർഷമായി ദിവസവും 30 പന കയറി 10-20 ലിറ്റർ കള്ള് ചെത്തിയിട്ടും മായാണ്ടി ഒരിക്കൽ പോലും ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത പാതാള ലോകം. ആൽത്തറ ഗണപതിയുടെ സന്നിധിയിൽ നിന്നാണ് വിഷുവേല പുറപ്പെടുക. അവിടെ 3 ആനകളെ തോട്ടുചാരി നിർത്തിയിരിക്കുന്നു. ഞാൻ കൃഷ്ണ കഫേ എന്ന് വലുതായി ബോർഡ് വെച്ച ചായക്കടയിലേക്ക് കയറി. മേളക്കാരൊക്കെ അകത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ചായ കൊണ്ടുവന്നയാളോട് ഞാൻ മായാണ്ടിയേട്ടൻ്റെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ചു. കമ്മാന്തറ ചെന്ന് അവിടുന്ന് ചൂളപ്പറമ്പിലേക്കുള്ള വഴി ചോദിച്ചാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. മൂപ്പർക്ക് എന്തോ ഒന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് എന്ന് അർത്ഥം വെച്ച് അയാൾ സൂചിപ്പിച്ചു. അതെന്താണെന്ന് അയാൾ മുഴുമിച്ചില്ല. ഇന്നലെ വൈകിട്ട് കണ്ടതാണല്ലോ, ഇന്നിതെന്തു പറ്റി എന്ന ചോദ്യത്തിന് അയാളും വല്ലാത്തൊരു ചിരി ചിരിച്ചു. ആകാശം മുട്ടി നിൽക്കുന്ന പൂവത്ത് മരത്തിൻ്റെ ചോട്ടിൽ പട്ടുടുത്ത ഭൈരവൻ്റെ കൽപ്രതിമയാണ് നേരെ കാണുക. അവിടെ ആരോ കൊളുത്തിവെച്ച ചന്ദനത്തിരിയുടെ രൂക്ഷഗന്ധം. വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവതി അമ്പലം. അതിൻ്റെ പിന്നിലായി കിഴക്ക് മുഖമായി മായാണ്ടി എന്നും വിളിക്കാറുള്ള പൊന്നും കിരാതമൂർത്തി. അവയ്ക്കിടയിലെ ഇത്തിരി പറമ്പിൽ വേലക്കടകൾ നിറഞ്ഞു കഴിഞ്ഞു. കിരാതമൂർത്തി ക്ഷേത്രത്തിന് പിന്നിൽ കുളക്കടവിനരികിലായി കതിന നിറയ്ക്കുന്നയാളെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും മായാണ്ടിയെ അന്വേഷിച്ചു. മൂപ്പർക്കിപ്പോൾ പാമ്പ് കടിയൊന്നും ഏൽക്കാതായിട്ടുണ്ട്. ഇന്നും ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളൂ. മറ്റതുണ്ടേ, 2 കൂടി ആയപ്പോൾ പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ നേരെ പോയും കണ്ട് കൃഷ്ണൻകോവിൽ കടന്ന് ഒരു പാറ കയറിയാൽ മതി, അവിടെ തന്നെ. ആളുകൾ എന്നെ എന്തിനോ തയ്യാറെടുപ്പിക്കുകയാണല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. മുളങ്കാടുകൾ നിറഞ്ഞ ഇടവഴികളിൽ നായ്ക്കളുടെ സംഘം അപരിചിതനെ കണ്ട് ബഹളം വെച്ചു. കുനിഞ്ഞ് കല്ലോങ്ങി ഞാനവയെ ഓടിച്ചുവെങ്കിലും വളവിലും വേലിക്കരികിലും കൂട്ടം ചേർന്ന് അവർ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചു എൻ്റെ വരവ്. എത്തി നോക്കുന്നവരോട് ഞാൻ മായാണ്ടിയിലേക്കുള്ള വഴി അന്വേഷിച്ചു. പറഞ്ഞ പോലെ ചെറിയൊരു പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി മായാണ്ടിയുടെ വീട് ഞാൻ കണ്ടെത്തി. ചുവന്നൊരു കള്ളിത്തോർത്തു മാത്രം ഉടുത്ത് മായാണ്ടി വീടിൻ്റെ തിണ്ണയിലിരിപ്പുണ്ട്. എന്നെ കണ്ടതും അല്പം പരിഭ്രമിച്ചെങ്കിലും അകത്തേക്ക് തങ്കേ എന്ന് നീട്ടി വിളിച്ച് ഇറയത്ത് നിന്നൊരു തടുക്കപ്പായ കുടഞ്ഞ് വിരിച്ചു തന്നു. കാലിൽ കെട്ട് കാണിച്ച് മായാണ്ടി പറഞ്ഞു, "നിങ്ങ പോയി ഒരു 2 നാഴിക കഴിഞ്ഞും കിട്ടി 13ാമത്തെ കടി. എല്ലാ പല്ലും പൂന്തിയിട്ടുണ്ട്. ഞാൻ ചെത്തി മൂത്താരെ കടിച്ചവിടെ അങ്ങനെ വടിച്ചെടുത്തു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കടുപ്പ് വെച്ച നീര് വന്ന ഇടമാണ്.
പഴുപ്പും ചലവും കൊണ്ട് കടി കൊണ്ട് അവിടെ ശരിക്കും കാണാൻ പാങ്ങില്ലാണ്ടായി. വിഷം പിടിച്ചിട്ടുണ്ടോ എന്ന് ഡാക്ടർക്ക് സംശയം. ഇഞ്ചക്ഷനൊക്കെ എടുത്തു, പക്ഷെ പറയാൻ പഴുതില്ല. ഇടയ്ക്കിടയ്ക്ക് മയക്കവും തലയിറ്റിലും വരുന്നുണ്ട്. എന്നോട് തൃശ്ശൂർ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നേക്ക് വിഷുവേലയാണ്, വേല കാവ് കയറിയിട്ട് ഞാൻ വണ്ടി വിളിച്ച് വന്നോളാമെന്ന്. മായാണ്ടിയുടെ സ്ഥിതി അല്പം വഷളാണെന്ന് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി. എന്തെങ്കിലും പറഞ്ഞ് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ സംഗതി വഷളാവും എന്നുറപ്പാണ്. മായാണ്ടി ഏട്ടാ, ഇതിങ്ങനെ വെച്ചിരിക്കണ്ട. ഞാൻ വണ്ടിയിലാണ് വന്നത്, നമുക്ക് ഉടനെ പോവാം. പഴുപ്പും വിഷവും കൂടി ശരിയാവില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വരും, ഞാൻ പിടിക്കാം, നമുക്ക് ഉടനെ പോവാം. മായാണ്ടിയുടെ വല്ലാത്ത ചിരി വീണ്ടും വിരിഞ്ഞു. പേടിക്കണ്ട മോനെ, ഒന്നും ആവില്ല. അന്തി മോന്തി ആവട്ടെ, വേല കാവ് കയറിയിട്ട് ഞാൻ വരാം. ഒരു പ്രശ്നവുമില്ല. മായാണ്ടി ആത്മകഥം പോലെ അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഭാര്യ തങ്ക എനിക്ക് കട്ടൻ ചായ കൊണ്ടുവന്നു. അവരോടും ഞാൻ പറഞ്ഞു, മൂപ്പർക്ക് ഇത്തിരി സീരിയസ് ആണ്, വേഗം കൊണ്ടുപോകാം എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു കയ്യാങ്യം കാണിച്ച് അവർ അകത്തേക്ക് പോയി. കാലിലെ മുറിവിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മായാണ്ടി പറഞ്ഞു, പൊന്നും കിരാതമൂർത്തി സത്യമുള്ള ദൈവമാണെങ്കിൽ അവൾ ഇന്ന് വെളിച്ചപ്പാടിൻ്റെ മുമ്പിൽ ചോര കക്കി വീഴും. അത്ര ഞാൻ ഉള്ളു ചുട്ട് വിളിച്ചിട്ടുണ്ട്. ആരേട്ടാ? ഇത് വെച്ചവള്, അല്ലാണ്ടാര്? മതിയായിട്ടില്ല പുണ്ടച്ചി മോൾക്ക്, പട്ടിപ്പോലെയാടി. അവളുടെ കൂതി എത്ര കാലമായി എന്നെ എങ്ങനെ തീറ്റിക്കണു. ഇരുന്ന ഇരിപ്പിൽ മുറ്റത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് മായാണ്ടി വെളിച്ചപ്പെട്ടു. ഞാൻ കയ്യിൽ കിട്ടിയ ചായ ഇറക്കാനും കളയാനുമാവാതെ വിഷമിച്ചു. മഴ മൂടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ അധിക നേരം ഇരിക്കാൻ എനിക്കും വല്ലായ്മ തോന്നി. മായാണ്ടിയുടെ അവസ്ഥയും എൻ്റെ നിസ്സഹായതയും. വീണ്ടും കുറേ നേരം കൂടി എന്തൊക്കെയോ പുലമ്പിയിരുന്ന് മായാണ്ടി അകത്തുപോയി മുണ്ടുടുത്ത് തിളങ്ങുന്ന ഒരു മഞ്ഞ ഷർട്ട് വിട്ട് പുറത്തിറങ്ങി. വേച്ചാണെങ്കിലും മുട്ടുമടക്കാതെ പാറപ്പുറത്ത് നിന്നുള്ള വെട്ടുപടികൾ ഇറങ്ങി. ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ കൈ തട്ടി മാറ്റി. അകത്ത് ലാവ തിളയ്ക്കുന്ന ഒച്ച കേൾക്കാം. ചരൽ ഞെരിക്കുന്ന കുണ്ടനിടവഴിയിലൂടെ കാല് വലിച്ചു വെച്ച് നടക്കുമ്പോൾ മായാണ്ടി വീണ്ടും വാചാലനായി. മേനെ, സ്വർഗത്തിലേ ഞമ്മ പോയ തുണിമണികളൊന്നും ഉടുക്കുണ്ടാവില്ല അല്ലേ? അയ്യേ, സംഗതി സ്വർഗമാണ്. വലിയ വലിയ പുണ്യമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ പക്ഷേ ആവണത്തൊണ്ടിയായിട്ട് നിൽക്കുന്നത് കാണണ്ടേ? ഞമ്മളുടെ ദൈവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെക്കം വരൂലേ? ബൈബിളിൽ ആ കാര്യം പറയുന്നുണ്ട് മായാണ്ടി ഏട്ടാ. ബൈബിളിലാ? അവിടെ ആ മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും അയ്യപ്പനും ഒക്കെ? അതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ആദമിനും ഹവ്വയ്ക്കും ഉടുതുണിയില്ലാതെ നിൽക്കുമ്പോൾ നാണം തോന്നിയ കാര്യം. അതാണത്രേ പാപം. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും നഗ്നരല്ലേ? നമ്മൾ തുണി കൊണ്ട് മറച്ചിട്ടൊക്കെ എന്താ കാര്യം? ആ, അത് ശരിയാ. പക്ഷേ അവർക്ക് നമ്മളുടെ ഭാഷ മനസ്സിലാവുമോ? എനിക്കിങ്ങനെ ഓരോന്ന് കണ്ണിക്കാണുക. മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, സരസ്വതി എല്ലാവരുടെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? മായാണ്ടീനെ അവർക്ക് കണ്ടാൽ അറിയുമോ? ഞാൻ പെട്ടുപോയി. എന്താണ് മറുപടി പറയുക? ഞാൻ തടി തപ്പാൻ നോക്കി. പിന്നെന്താ, മായാണ്ടിയേട്ടൻ എന്നും വിളിച്ച് പ്രാർത്ഥിക്കണതല്ലേ? ശ്രദ്ധ മാറ്റാനായി ഞാൻ ദൂരെ നിന്ന് കേൾക്കുന്ന ചെണ്ടകൊട്ട് സൂചിപ്പിച്ചു. തുടങ്ങിയില്ലേ? ആ, പഴയ കാവിന്ന് പുറപ്പെട്ട് ശിവൻകോവിലിൽ പോയും കണ്ട് നീറാക്കോട് നിരക്കും. മഴയില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു അല്ല മേനെ? അതെ, ഇല്ല, പെയ്യൊന്നുണ്ടാവില്ല. കാറ്റടിച്ച് പോയാൽ രക്ഷപ്പെട്ടു. വേലത്തിരക്കിലെത്തും വരെ ഞാൻ മായാണ്ടിയേട്ടനെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും കാഴ്ചകളുടെ വർണ്ണപ്പകിട്ടിലേക്ക് ഞാൻ അയാളെ ചൂണ്ടി വിഷമം മറക്കാൻ സഹായിച്ചു. പണ്ടത്തെ വേലവിശേഷങ്ങൾ പറയുമ്പോൾ മായാണ്ടിയേട്ടന് 100 നാവ്. പിന്നൊരു രഹസ്യം പറഞ്ഞു. ഇവിടുത്തെ വിഷുവേലയ്ക്ക് ഒരു മരണം ഉറപ്പാണ്. കഴിഞ്ഞ കൊല്ലം അത് ആന ഇടഞ്ഞിട്ടായിരുന്നു. കണ്ണു കാണാത്ത എഴുത്തച്ഛൻ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി നെഞ്ചും കൂട് ഞെരിച്ചു കളഞ്ഞു. അതിനു മുമ്പത്തെ കൊല്ലം അമിട്ട് ചെരിഞ്ഞു പൊട്ടിയിട്ട്. അതിനു മുമ്പ് ഭഗവതിയുടെ നടക്കൽ വെളിച്ചപ്പാട് കമിഴ്ന്നടിച്ചു വീണു കിടന്ന കിടപ്പിൽ പോയി. പെരുവിരിൽ നിന്ന് പടരുന്ന വിറയുമായി ഞാൻ ആ വിവരണം കേട്ടു നിന്നു. ഉറുമ്പും കൂട് തട്ടിയിട്ട് ഇളക്കി തെരഞ്ഞ് നോക്കിയിട്ട് ഒരെണ്ണത്തിനെ പിടിച്ച് പിശുക്കും പോലെ ഒരാളെ അങ്ങോട്ട് പിശുക്കും. അത്ര തന്നെ. മായാണ്ടിയുടെ കണ്ണുകൾ അസാമാന്യമായി തിളങ്ങി. നീറാക്കോട് കവലയിൽ അമ്മ സ്റ്റുഡിയോയുടെ വരാന്തയിലെ ഉയരമുള്ള പടികളിൽ ഞങ്ങളിരുന്നു. ശിവൻകോവിലിൽ നിന്ന് വരുന്ന വേലയുടെ തുടക്കം പാണരുടെ ഓലക്കുടയും പിടിച്ചുള്ള പാങ്കളിയാണ്. അത് അവരുടെ അവകാശമാണ്. പല തട്ടുകളായി ഉയരത്തിലുള്ള കമ്പിൽ നിറയെ കുരുത്തോല തൊങ്ങലിട്ട് താളത്തിൽ തിരിച്ച് അവരുടെ സംഘം എത്തിത്തുടങ്ങി. ചെറിയ കുറുങ്കുഴലിൻ്റെ നേരിയ ശബ്ദവും അസംസ്കൃതമായ ചെണ്ടയുടെ വലന്തലയും. കണ്ണിയാർ കെട്ടിയ കൊച്ചു പയ്യൻ താളത്തിൽ ചുവട് വയ്ക്കുന്നുണ്ട്.
വേലയുടെ ചടങ്ങുകൾ ഓരോന്നായി മായാണ്ടി എനിക്ക് വിശദീകരിച്ചു തന്നു. പിന്നാലെ തപ്പട്ട കൊട്ടിക്കൊണ്ടുള്ള സംഘമെത്തി. ഠണക്കുറുകുറു ഠണക്കുറുകുറു എന്ന വായ്ത്താരിയിൽ തുടങ്ങി മുറുകി മുറുകി ചുറ്റുമുള്ളവരെ മുഴുവൻ ഉന്മാദ നൃത്തത്തിലെത്തിച്ച് വലിയ ഒച്ചയിൽ തപ്പട്ട സംഘം നീങ്ങി. മായാണ്ടി വയ്യാത്ത കാലും വേച്ച് വേച്ച് എഴുന്നേറ്റ് ആ താളത്തിനൊത്ത് പതുക്കെ ചുവട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു. എന്നെ തള്ളിമാറ്റി അയാൾ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി. മൂക്കറ്റം കുടിച്ച് ശരീരം മുഴുവൻ വിയർപ്പിൽ ആറാടിയ ചെറുപ്പക്കാരുടെ മധ്യത്തിലേക്ക് മായാണ്ടി ചെന്നതും ആർപ്പുവിളി ഉയർന്നു. എല്ലാവരും കൂടി അയാളെ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. തിരക്കിനിടയിൽ ചെന്ന് അയാളെ തിരിച്ചു വിളിക്കാൻ നോക്കി ഞാൻ പരാജയപ്പെട്ടു. അടുത്ത് പിന്നാലെ വരുന്ന ശിങ്കാരി മേളത്തിൻ്റെ ചടുല താളത്തിലേക്ക് അയാൾ ഊർന്നു വന്നു. മേളത്തോടൊപ്പം ഇത്തവണ മയിൽ നൃത്തം കൂടിയുണ്ട്. 8-10 പേർ പീലി വിടർത്തിയ മയിലിൻ്റെ പുറത്ത് കയറി ശൂലവും പിടിച്ച് കിരീടവും പട്ടുടയാടകളും അണിഞ്ഞ് അതിവേഗം നൃത്തം വയ്ക്കുന്നു. മുരുകനാണോ മറ്റെന്തെങ്കിലും ദേവതകളാണോ എന്നറിയില്ല. എന്തായാലും വലിയ പീലിക്കെട്ടുമായി ചുറ്റിത്തിരിഞ്ഞ് താള ചുവട് വയ്ക്കുന്ന അവരുടെ ചലനങ്ങൾക്ക് വല്ലാത്തൊരു ഉന്മാദമുണ്ടായിരുന്നു. 30ഓളം ചെണ്ടക്കാർ യൂണിഫോമിട്ട് മുന്നോട്ടും പിന്നോട്ടും ചാടിത്തുള്ളി ശിങ്കാരിമേളം കൊട്ടുന്നതും ഉള്ളു തുടിക്കുന്ന വിസ്മയമായി. മായാണ്ടി അവർക്കിടയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആരൊക്കെയോ പിടിച്ച് മാറ്റി നിർത്തി. ഞാൻ അയാൾക്കരികിലേക്ക് ചെന്ന് തോളിൽ പിടിച്ച് താങ്ങി. വിയർപ്പിൽ കുതിർന്ന് അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ വാ, വയ്യാതെ ഇരിക്കുകയല്ലേ, കാലിനി ഇളക്കണ്ട, ദാ ആ കടയുടെ പടിയിൽ ചെന്നാൽ എല്ലാം കാണാം, വാ ഏട്ടാ, ഞാൻ കെഞ്ചി വിളിച്ചു. അയാൾ എൻ്റെ കൈ തട്ടി മാറ്റി വേലയിലെ അടുത്ത ഇനത്തിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. ഇനി വണ്ടി വേഷങ്ങളുടെ വരവാണ്. വാ വാ എന്നയാൾ ആക്രോശിച്ചു. പണ്ടൊക്കെ കാളവണ്ടിയിലെ വേഷങ്ങളൊക്കെ വരിക, ഇപ്പോൾ ദാ ട്രാക്ടറും ലോറിയും ഒക്കെ ആയിരിക്കണു. ആൾക്കൂട്ടം വണ്ടി വേഷങ്ങളുടെ അരികിൽ തിങ്ങി നിറഞ്ഞു വരുന്നത് കണ്ട് ഞാൻ മായാണ്ടിയെ അടുത്തുള്ള കടത്തെണ്ണയിലേക്ക് കയറ്റി. പെട്ടെന്ന് എൻ്റെ കൈത്തണ്ടയിൽ മുഴുവൻ ഭാരവും അമർത്തി അയാൾ 2 കാലിൽ നിൽക്കാൻ പ്രയാസപ്പെട്ടു. തല ചുറ്റണുമേനെ, ഒന്ന് പിടിക്കി, ഇവിടെ ഇരിക്കിൻ, ഒന്നും പേടിക്കണ്ട. ഞാൻ അടുത്തുള്ള കടയിൽ ഒരു ഉപ്പിട്ട നാരങ്ങ സോഡ പറഞ്ഞു. അത് കിട്ടിയതും വലിച്ചു കുടിച്ച് ബാക്കിയായ സോഡ മുഖമുയർത്തി ഒഴിച്ചു. അപ്പോഴേക്കും വണ്ടി വേഷങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. വെള്ളപ്പൊക്കം പോലെ ഇരുകരയും നിറഞ്ഞു കവിഞ്ഞ് പുരുഷാരം ഒഴുകിയെത്തുകയാണ്. പെട്ടെന്ന് വലിയൊരു ആരവം ആൾക്കൂട്ടത്തിൽ നിന്ന് കേട്ടതും ആകെ പരിഭ്രമമായി. ആന ഇടഞ്ഞു എന്നൊക്കെ ആളുകൾ ഉച്ചത്തിൽ പറയുന്നത് കേൾക്കാം. പക്ഷെ അതല്ല, പെട്ടെന്ന് അത്രയും നേരം തൂങ്ങിപ്പിടിച്ചു നിന്ന മഴ ആകാശം പൊട്ടി ഒന്നടങ്കം വീണു തുടങ്ങിയതാണ്. മഴയിൽ നിന്ന് രക്ഷ നേടാനായി ആളുകൾ കടത്തിണ്ണകളിലേക്ക് ഓടിക്കയറി. ഞങ്ങൾ നിന്നിടം മുഴുവൻ തിക്കും തിരക്കുമായി. ചെണ്ടക്കാർ അത് നനയാതിരിക്കാനായി മുണ്ടുകൊണ്ട് മറച്ച് ഓടിക്കയറുന്നു. വേഷക്കാർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. കടയോരത്തെ ഇത്തിരി ഇടങ്ങളിലേക്ക് ആ ജനസമുദ്രം മുഴുവൻ ഞെരങ്ങി കയറിക്കൂടി. അത്രയ്ക്ക് ശക്തമായ മഴ, ചരൽ വാരി എറിയും പോലെ ഒച്ചയും അലർച്ചയും. തിരക്കിനിടയിൽ അത്രയും നേരം എൻ്റെ കൈപിടിച്ച് നിന്നിരുന്ന മായാണ്ടിയെ കാണാതായി. അയാൾക്കായി ഞാൻ പെരുവിരലിൽ ഉയർന്നു നിന്ന് അവിടെ മുഴുവൻ തിരഞ്ഞു. വണ്ടിവേഷങ്ങളുടെ വാഹനങ്ങളിൽ ഉച്ചത്തിൽ വെച്ചിരുന്ന പാട്ടും ലൈറ്റുമൊക്കെ നിലച്ചു. നീറാക്കോട് മൊത്തം വൈദ്യുതി ബന്ധം നഷ്ടമായി. ജനറേറ്ററിൽ വെള്ളം കയറാതിരിക്കാനായി അത് ഓഫ് ചെയ്ത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് അവ മൂടിക്കെട്ടി. വലിയ സ്പീക്കറുകളും ലേസർ ലൈറ്റുകളും മഴയുടെ പ്രഹരത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർ പാടുപെട്ടു. പഞ്ചവാദ്യക്കാർ മഴ മറവിലേക്ക് മാറിയെങ്കിലും ആനപ്പുറത്ത് ഇരിക്കുന്നവർ നിന്ന് നനയുന്നുണ്ടായിരുന്നു. കള്ളുഷാപ്പിലേക്കുള്ള പടവുകളിറങ്ങി വെളിച്ചപ്പാട് ആർത്തു വിളിച്ചുകൊണ്ട് ഓടുന്നത് കണ്ട് കുത്തുവിളക്കും ഭസ്മപ്പെട്ടിയും പിടിക്കുന്നവർ പിന്നാലെ പാഞ്ഞു. എന്തൊരു മഴ! കൈലാസത്തിൻ്റെ വലിയ കട്ടൗട്ട് വെച്ച ട്രാക്ടറിൽ പെയിൻറ്റ് ഉരുകിയൊലിച്ച് അതിന് താഴെയുള്ള CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ എഴുത്ത് തെളിഞ്ഞു വന്നു. ഗീതോപദേശത്തിൻ്റെ വണ്ടിയിൽ കുതിരകളുടെ തല ഇളകി അടർന്ന് വികൃത ജീവികളായി മാറി. ഇത്തവണത്തെ വലിയ ആകർഷണം പുഷ്പവിമാനമായിരുന്നു. വലിയ ഹൈഡ്ര ക്രെയിനിൻ്റെ അറ്റത്തെ കൊളുത്തിൽ വടം കെട്ടിയ ചിറകു വിരുത്തിയ അരയന്നത്തിൻ്റെ രൂപത്തിൽ ഒരു വിതാനമുണ്ടാക്കി അതിൽ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ്റെ ഫ്ലോട്ട്. 50 മീറ്റർ ഉയരത്തിൽ ആകാശത്തുകൂടി അതിങ്ങനെ പറന്നു വരുന്നത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. മഴ പൊട്ടി വീണപ്പോൾ രാവണൻ്റെ വെപ്പ് തലകൾക്കൊക്കെ വൈകല്യം സംഭവിച്ചു. ക്രെയിൻ പതുക്കെ താഴെ ഇറക്കുമ്പോഴേക്കും കാറ്റത്ത് ഒരു വശത്ത് വലിയ ചിറക് അടർന്നു തൂങ്ങി. അതിൻ്റെ ആഘാതത്തിൽ ചരിഞ്ഞാടിയ പുഷ്പവിമാനത്തിൽ നനഞ്ഞൊലിച്ച് രാവണനും സീതയും പരസ്പരം കെട്ടിപ്പിടിച്ച് പരമദയനീയമായി മോങ്ങുന്നുണ്ടായിരുന്നു. മായാണ്ടി ഇതൊന്നും കാണുന്നില്ലേ? പ്ലോട്ടുകൾ പലതും പിന്നാലെ നിരന്നു കിടന്നു. അതിൽ നിന്ന് വേഷങ്ങൾ ഇറങ്ങി ഓടുന്നുണ്ട്. ഞാൻ മായാണ്ടിയെ തിരഞ്ഞ് മഴയിലേക്ക് ഇറങ്ങി. ഏത് നിമിഷവും വിഷം കയറി ബോധം കെട്ടുപോകാൻ നിൽക്കുന്ന
കാലിൽ നേരാമണ്ണം ഊന്നി നിൽക്കാൻ കെൽപ്പില്ലാത്ത അയാൾ ഈ പെരുമഴയത്ത് എവിടേക്കാണ് ഇറങ്ങി മറഞ്ഞത്? കത്തുന്ന മഴയിൽ ഞാൻ ആൽത്തറ ഗണപതിയുടെ സന്നിധിയിലെ ആ കാഴ്ച കണ്ടു. മേലാകെ ഉരുകിയൊലിക്കുന്ന കലിമഴയിൽ മായാണ്ടി സ്വന്തം ഷർട്ടും ഉടുമുണ്ടും ഉരിഞ്ഞ് നഗ്നനാവുന്നു. ഉച്ചത്തിൽ നാമങ്ങൾ ജപിച്ച് ഇരുവശത്തും നിരനിൽക്കുന്ന ദൈവങ്ങളുടെ അടുത്തേക്ക് വേച്ച് നടന്നെടുക്കുന്നു. ഒരു വശത്ത് ശിവനും പാർവതിയും ഉണ്ണിഗണപതിയും കുമാരനും നിരന്നു നിൽക്കുന്നത് കണ്ട് അവരുടെ കാൽക്കൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മഴയിൽ അയാൾ പൊട്ടിക്കരയുന്നുണ്ട്. ഉടനെ എണീറ്റ് എതിർവശത്തെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും മുന്നിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു ചെന്നു. രാമരാമ രാമരാമ എന്നലറി വിളിച്ച് അവരുടെ കാല് തൊട്ട് വന്ദിച്ചതും രൗദ്രരൂപിണിയായ മഹിഷാസുരമർദ്ദിനിയെ കണ്ട് അങ്ങോട്ട്. അപ്പുറം മേലാകെ കറുപ്പും വെള്ളയും വരകളുള്ള ഉടയാടുകൾ അണിഞ്ഞ് നാഗകന്യകമാരെ കണ്ട് നെഞ്ചത്തടിച്ച് അയാൾ നിലവിളിച്ചു. കാലിലെ വ്രണങ്ങളും വെട്ടുകളും ചൂണ്ടി അവരോട് അയാൾ കെഞ്ചിക്കേണു. മതിയായില്ലേ മതിയായില്ലേ എന്ന് ഉച്ചത്തിൽ ആക്രോശിച്ചു. ആളുകൾ ഓടിയിറങ്ങിച്ചെന്ന് അയാളെ മുണ്ടുടുപ്പിക്കാൻ ശ്രമിച്ചതും അയാൾ പൊട്ടിത്തെറിച്ചു. ഭാ പുണ്ട്രാ മക്കളെ, എന്നെ തൊടാൻ വന്നാൽ ഞാൻ അരിഞ്ഞു കളയും. അയാൾ സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിലെ മഴയിൽ, ദൈവങ്ങളുടെ തിരസന്നിധിയിൽ. അവിടെ ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ലായിരുന്നു. ആളുകൾ പേടിച്ചരണ്ട് നിൽക്കുന്ന ആ നിമിഷങ്ങൾ പിന്നെയും നീണ്ടു. പിന്നെ മഴ ശമിച്ചപ്പോൾ മാത്രമാണ് അയാൾ നഗ്നനായത്. അപ്പോഴേക്കും മഴ കഴുകിയൊരുക്കിയ ടാറിട്ട പാതയുടെ ഒത്ത നടുക്ക് അയാൾ വീണു കഴിഞ്ഞിരുന്നു. ആർക്കും അടുക്കാൻ ധൈര്യം കാണിക്കാത്ത ആ കാത്തിരിപ്പിൻ്റെ ഇടവേളയിൽ ഞാൻ പതുക്കെ മായാണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ചേറിൽ കുതിർന്ന അയാളുടെ മുണ്ട് കുടഞ്ഞു പിഴിഞ്ഞ് അയാൾക്ക് നീട്ടിയപ്പോൾ അനുസരണയോടെ അയാളത് വാങ്ങി. പതുക്കെ വേച്ചെണീറ്റ് അരയിൽ ചുറ്റി. ആളുകൾ തിരിച്ചിറങ്ങി വേല തുടരുന്ന ബദ്ധപ്പാട് തുടങ്ങിയപ്പോൾ എൻ്റെ തോളിൽ താങ്ങി നിന്നുകൊണ്ട് അയാൾ പതുക്കെ പറഞ്ഞു, ഇതൊക്കെ മായാണ്ടിൻ്റെ ഒരു ഇതല്ലേ, പിന്നെ എന്ത് മരുന്നാണ് ഞാൻ എൻ്റെ പേരിൽ മായം കൊണ്ട് നടക്കണത്?